ഹലോ ഗായ്സ്, നമ്മളിന്ന് അടിപൊളി സോളോ റാങ്ക്ഡ് മാച്ചാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് ആര മാപ്പാണ് കിട്ടിയുള്ളത്. നമുക്കത് ഈ മുന്നിൽ കാണുന്ന വീട്ടിലേക്കാണ് ഇറങ്ങാൻ നോക്കുന്നത്. കാരണം ഇവിടെ ഒരു എനിമി ഇറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഇതേ വീടിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ഇപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ ഇറങ്ങാം. വേഗം ലൂട്ട് സെറ്റാക്കിയില്ലെങ്കിൽ ആ എനിമി ഒന്ന് അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങാം. ഇതിൻ്റെ അടുത്തായിട്ടൊരു എനിമി ഓടിപ്പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പെണ്ണുമ്പിള്ള അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. നമുക്ക് എക്സം വൈറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എക്സം വൈറ്റും ഇവിടെ ഒരു സ്കാറും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടിയുള്ളത് വരെ. ഇത് രണ്ടായിട്ട് എക്സം വൈറ്റ് പിന്നെ കുഴപ്പമില്ല, സ്കാർ വെച്ചിട്ട് വലിയ കളിക്കാനൊന്നും അറിയില്ല. ഈ സാരും വൺ ടാപ്പ് ഓൺലി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നല്ലോണം കളിക്കുന്നു വിചാരിച്ച ഈ വീഡിയോ കാണരുത്. അല്ല, കാണുന്നത് കുറച്ച് പേരാണ് കാണുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കുറേ ഡിമാൻഡ് ഇട്ടാലോ അല്ലേ. അല്ല ഗൈസ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. വൺ ടാപ്പോ അല്ലെങ്കിൽ നല്ല പ്രോ പ്ലെയർ പറഞ്ഞിട്ട് ആരും ഇത് കാണരുത്. ഒരു ഫണ്ണ്, ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിന് മാത്രമായിട്ട് കാണുക ഗൈസ്. അപ്പോൾ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റാൻ രീതിയിൽ ഞാൻ കളിക്കുന്നുണ്ട്. ആ രീതിയിൽ മാത്രം എടുക്കുക, ഒരു ഫണ്ണായിട്ട് എടുക്കുക. അത് നമുക്ക് വേഗതയായി കുറച്ച് ടോക്കൺ എടുക്കാം. നമുക്ക് അടിപൊളി ഈ സ്കാറിനേക്കാളും നല്ലൊരു ലോങ് റേഞ്ച് കണ്ണാണ് ഈ കേസ് ഞാൻ നോക്കുന്നത്. നോക്കുമ്പോൾ ഇവിടെ ഒന്നും അധികമായിട്ട് കാണുന്നില്ല. നമുക്കിനി ഇവിടെ ആ സംഭവമൊക്കെ എടുക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഗണ്ണ് എടുത്തില്ലെങ്കിൽ. ഇവിടെ ഒരു M60 എടുക്കാം. മറ്റേനേക്കാളും അത്യാവശ്യം കളിക്കാൻ നല്ലത് M60 ആണെന്ന് തോന്നുന്നത്. അത് അത്യാവശ്യം മെഷീൻ ഗണ്ണാണല്ലോ. നമുക്ക് എക്സാമേറ്റ് മാറ്റിയിട്ട് MP40 എടുക്കാം. MP40 എക്സും M60 ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും വെച്ച് കുഴപ്പമില്ലാതെ കളിക്കാം. MP40 കുഴപ്പമില്ല, ഞെക്കി പിടിക്കാൻ പറ്റിയ കണ്ണാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഒരു പെണ്ണുമ്പിള്ള ഇറങ്ങിയായിരുന്നു, അതിനെയാണ് ഞാൻ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ കാണുന്നതിന് മുന്നേ നല്ല ലൂട്ട് സെറ്റാക്കാം കുറച്ചും കൂടി. നമ്മുടെ അടുത്ത് എന്തായാലും അമ്മ വളരെ കമ്മിയാണ്, അപ്പോൾ കുറച്ച് അമ്മ കൊടുക്കാം. ഇവിടെയൊന്നും കാണാനില്ലാതെ റാങ്ക് പുഷിനെ എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നുണ്ടാവും, ഏതോ തോന്നുന്നത്. ഞാനും അങ്ങനെ റാങ്ക് പുഷാണ്, പക്ഷെ എന്നാലും പരമാവധി വീഡിയോ ചെയ്യാൻ നമ്മൾ ഇറങ്ങി കളിക്കാനാണല്ലോ. ഒരു ഭാഗത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരേ ഭാഗത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇപ്പം ഞാൻ എത്ര മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന്. അതായത് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഞാൻ കുറച്ചിങ്ങനെ ഓടുന്നുണ്ട്, ഒരു കില്ല് പോലും എടുക്കുന്നില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ തന്നെയാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക തന്നെയാണ്. പിന്നെ സോണ് തന്നെ അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമെങ്കിൽ അത്യാവശ്യം ലൂട്ട് സെറ്റാക്കി 4 വരാം, 2 കില്ലെങ്കിലും എടുത്താലല്ലേ ഒരു കാര്യമുള്ളൂ. അതിനാണ് ഞാൻ പരമാവധി നോക്കുന്നത് ഗൈസ്, നല്ല വീഡിയോ. അതാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നതിനെ ഡിലേ വരുന്നത്. വരുന്നുണ്ട് കേസ്. അപ്പോൾ നമുക്ക് FF ഇവിടുന്ന് അത്യാവശ്യം സൂപ്പർ മഡൊക്കെ ഉണ്ട്. സൂപ്പർ മഡാണ് നമുക്ക് കൂടുതൽ ആവശ്യം. നമ്മൾ ഫുള്ള് സോണിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കണത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റേ M60 മാറ്റിയിട്ട് ഒരു വുഡ് പാക്ക് എടുത്തിട്ടുണ്ട്. നിറയെ MP40 ബുള്ളറ്റ് ആവശ്യമുണ്ട്. അത് SMG ബുള്ളറ്റ് നമുക്ക് നിറയെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുറേ എടുക്കുന്നുണ്ട്. കൂടുതലും സ്നൈപ്പറിൻ്റെ ബുള്ളറ്റ് കുറവും ഷോർട്ട് റേഞ്ച് ഗൺ ഉണ്ടാവുമല്ലോ, MP40, UMP, MP5 അങ്ങനെയുള്ള ഗൺസിൻ്റെ കൂടുതലാണ് ഞാൻ എടുക്കാറ്. അല്ലെ, നിങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ എന്തെങ്കിലും പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ് കേസ്, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമുക്കത് ഈ ടോക്കനും കൂടി എടുത്തിട്ട് പോവാം. ഇവിടെ 3 ലെവൽ ബാഗുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്നും കാണുന്നില്ല ഗൈസ്, എനിമീസിനെ ഒരു എനിമി പോലും കാണുന്നില്ല. അതായത് ഇവിടെ എനിമി വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ടോക്കനെങ്കിലും എടുക്കാതെ ഒരു എനിമി പോകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്കൊന്നും അധികം എനിമി വന്നിട്ടില്ല. കാരണം സോണ് ഫസ്റ്റ് വരുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കും അതിൻ്റെ എൻഡിങ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും അറിയില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സൂപ്പർ മെഡ് ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. എല്ലാ വെൻഡിങ് മിഷൻ്റെ അവിടെ ഒരു ഫ്രീ ആയിട്ടൊരു സൂപ്പർ മെഡ് ഉണ്ടാവില്ല, അത് എടുക്കാം ഗൈസ്. എടുത്തിട്ട് വേഗം സോണ് കിടന്നോണം. അല്ലെങ്കിൽ എല്ലാ കളിമാരും സോണ് എത്രതിന് ഇടയിൽ പെട്ടിട്ട് മൂഞ്ചി പോകാനുള്ള അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത്. അത് എല്ലാത്തിലും ഉണ്ടാകുമ്പോൾ നമുക്ക് വേഗം സോണിൽ കിടന്ന് പുറത്തേക്ക് പോകാം ഗൈസ്. ഇവിടെ പക്ഷേ ഈ ഓപ്പണിലോട് ഓടുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും എനിമി ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അവിടെ അധികം എനിമി ഉള്ളതായിട്ട് തോന്നില്ല. ഇവിടെയൊന്നും എനിമീസ് അധികം വന്നിട്ടുണ്ടെന്ന് തോന്നില്ല. കാരണം ആ ടോക്കൺസ് എല്ലാവരും ആരും എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ട്. നമുക്കിവിടെ എവിടെയെങ്കിലും ഓപ്പണിലൂടെ കുറേ നേരം ഓടിക്കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും നല്ലൊരു വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്.
നമ്മളിത് ഈ മുന്നിൽ കാണുന്ന വീട്ടിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാം. വേഗം അതിൻ്റെ മേലെ വന്നിട്ട് ഏതെങ്കിലും എനിമീസ് വരുന്നുണ്ടോ എന്ന് സ്കോപ്പ് ചെയ്തടിക്കാം. നമ്മളൊരു ഈ സംഭവം നല്ല ആവശ്യമുണ്ട്. അതായത് റിപ്പയർ കിറ്റ്. അതിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകണം. അതാണ് കേസ്. ഞാൻ അതിൻ്റെ അവിടെ വരുമ്പോൾ ഒരു അന്തപ്പെടൽ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കിത് ആ സൈഡിൽ പോയിരിക്കാം. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു എനിമി അവിടെ ഇരിക്കുന്നത് കാണാനില്ല, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷേ ഞാൻ ഈ ഗെയിം കളിക്കുന്ന ടൈമിൽ ആ എനിമി ഇരിക്കണതിക്ക് നേരെ മനസ്സിലായത്. അതായത് അതിൻ്റെ ഡ്രസ്സ് ഒരു വെള്ള ഡ്രസ്സാണല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ആ കളിക്കുന്ന നേരത്തെ ഞാൻ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. അതാണ് അത് എന്തായി കൊല്ലാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ തല സ്കോപ്പ് ചെയ്തടിച്ചാവുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല ഗൈസ്. അത് വേഗം സോണിൻ്റെ പുറത്തേക്ക് പോകാൻ ഇവിടുന്ന് ഇങ്ങനെ ഓടുമ്പോഴാണ് ഞാൻ ശരിക്കും ശ്രദ്ധിക്കുന്നത് അവിടെ എനിമി ഉണ്ട് തന്നെ. നേരത്തെ ഞാൻ ഒരു പെണ്ണുമ്പിള്ളയുടെ കാര്യം പറഞ്ഞില്ല, അത് തന്നെയാണ് ഗൈസ്. അത് ഇത്ര നേരം ഇവിടെ ക്യാമ്പ് ചെയ്തിരിക്കുകയെന്ന് സോൺ വന്നപ്പോൾ കഴിഞ്ഞാൽ ഗൈസ് എങ്ങനെയോ ഞെക്കി പിടിച്ച് അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വേഗം സോണ് കടന്നു പോകാൻ നല്ല രീതിയിൽ HP കുറച്ചിട്ടാണ് പണ്ട് ചത്തത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്. നമുക്ക് ഈ ടോക്കൺ എടുത്തിട്ട് വേഗം ഒരു സൂപ്പർമെൻ്റ് അടിക്കണം, അല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വെച്ചാൽ നല്ല ഇനിമേണ്ടാവുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് വേഗം ഒരു സൂപ്പർമെൻ്റ് അടിക്കണം. സോണിൻ്റെ പ്രശ്നം കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ HP കുറയുന്നുണ്ട്. അത് നല്ല പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വെച്ചാൽ 2 എനിമീസ് നിൽക്കുന്നതായിട്ട്, ഒന്ന് ആ പുറത്തും സോണിൻ്റെ പുറത്തും ഒന്ന് സോണിൻ്റെ ഉള്ളിലായിട്ട് കണ്ട്. നമുക്ക് വേഗം ഇവിടെ ഒളിച്ചിരിക്കാം. നമുക്ക് അഥവാ നമ്മളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സോണിൽ നിന്ന്, അതായത് ആ സോണിൻ്റെ ഉള്ളിൽ ഒരു എനിമി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു നടിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇപ്പം ഇറങ്ങേണ്ടതാണ്. ഇപ്പം മെഡടിച്ച് നൈസായിട്ട് ഇവിടെ തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു എനിമി പുറത്തുണ്ട്, വേറൊരുത്തൻ കാറും കൊണ്ട് പോകുന്നുണ്ട്. അവനെ അടിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അടിച്ചവൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുന്നത്. അപ്പം അന്ന് വേഗം സോണിൻ്റെ ഉള്ളിലേക്ക് കയറാണ് നോക്കുന്നത്. നമുക്ക് വേഗം പോകാം. മറ്റേ എനിമിയുടെ ഒരു വിവരം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് വേഗം സോണിൻ്റെ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ എല്ലാ കളി പോലെ മൂഞ്ചി തിരിയേണ്ടി വരും. അതുകൊണ്ട് വേഗം സോണിൻ്റെ ഉള്ളിൽ കയറാം. എനിമീനെ കൊല്ലാണേക്കാളും നല്ലത് സോണിൻ്റെ ഉള്ളിൽ കിടന്ന് ചാവണേക്കാളും നല്ലത് എനിമിയുടെ അടി കൊണ്ട് ചാവണതല്ലേ എന്നാണ് ഞാൻ പറയാൻ വന്നത് കേസ്. സോറി, മാറിപ്പോയതാണ്. അപ്പോൾ നമുക്ക് വേഗം സോണിൻ്റെ ഉള്ളിൽ കയറാം. അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് തോന്നുന്നു ഗൈസ്. ബ്ലൂ വാളൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിമി ഉണ്ടിച്ചാൽ അവൻ നമ്മുടെ തൊട്ട് വിട്ടാൽ നമ്മൾ മൂഞ്ചാൻ നല്ല ചാൻസ് ഉണ്ട്. എന്താ ചെയ്യുക ഗൈസ്, നമുക്ക് വേഗം പോകാം. ഈ വീടിൻ്റെ ഉള്ളിൽ കയറാം. വീടിൻ്റെ ഉള്ളിൽ ഒരു എനിമി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഗൈസ് ലാൻഡ് വൈൻ ഗൈസ് വേഗം മിട്ടടിക്കട്ടെ, അല്ലെങ്കിൽ അപ്പം അവൻ തൊട്ട് വിട്ട് കഴിഞ്ഞാൽ ഒരു എനിമി ഉണ്ട് എന്നൊക്കെ എന്തായാലും മനസ്സിലായി. അവൻ്റെ ചത്ത ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം സൂപ്പർമെൻ്റ് അടിച്ച് റെഡി ആയി നിൽക്കാം ഗൈസ്. അല്ലെങ്കിൽ അവപ്പം വന്നു കഴിഞ്ഞാൽ നല്ല പണിയിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സോണും കയറി ചെയ്യുന്നുണ്ട്. 2ൻ്റെ കൂടി ഡാമേജ് ആകുമ്പോൾ നല്ല ചാൻസ് ഉണ്ട്. ഇവനെ എന്താ കാട്ടിച്ചാൽ ഗൈസ് ഒരു 192ൻ്റെ ഹെഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവനെന്താ നോക്കായി തോന്നുന്നു. ദിമിത്രി ഇട്ടിട്ട് കിടക്കുകയാണെന്നാണ്. നല്ല മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയറി വന്നടിച്ചാൽ നല്ല മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഐറിസിൻ്റെ പവർ കൊണ്ട് റെഡ് ഉണ്ട് കൊടുത്ത് അവനെ അവിടെ അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം പോവാം. കുറച്ച് മിനിറ്റ് ഇടുന്നു ഇവൻ കാരണമാണല്ലോ നമ്മുടെ അമ്മയും ലൂട്ടൊക്കെ പോയത്. നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ സെറ്റാക്കാം. വേഗം സോണിൻ്റെ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ നല്ല മൂഞ്ചാൻ ചാൻസ് ഉണ്ട്. ഈ സംഭവം ഇതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം. ഇത് ആവശ്യമില്ലാതെ കൈ കയറുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് വേഗം സോണിൻ്റെ ഉള്ളിൽ കയറാം. ഇതാണ് ഒന്നാമതേ നമ്മൾ ഓടുമ്പോൾ ലാഗാണ്. അതിൻ്റെ ഇടയിലാണ് ഇതും കൂടിയും പിടിച്ചിട്ട് ഓടുമ്പോൾ നല്ല ഇവിടെ ആരും സ്കാൻ ചെയ്യുന്നുണ്ട് കേസ്. അതിൽ ചുറ്റും എനിമീസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സോൺ കുറച്ചും കൂടി മുന്നിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. HP വെച്ചാൽ നല്ല രീതിയിൽ കുറേ ഉണ്ട്. ഇവിടെ ഒരു എനിമി നിൽക്കേണ്ടി തോന്നുന്നു. അതുകൊണ്ട് നല്ല ഈ സൈഡിൽ കൂടെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ മറ്റേ ഇൻഹേലറൊക്കെ അടിച്ച് നേരെ കയറി ചെല്ലുന്നുണ്ട്. അവിടെയാണെന്ന് വെച്ചാൽ ഒരു എനിമി ബ്ലൂ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ തല സ്കോപ്പ് നമ്മൾ എലിമിനേറ്റ് ആയി ഗൈസ്. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.